ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങി പോകണം മിസ്റ്റർ. ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങി പോവുക തന്നെ വേണം. അതിന് ആൾക്കാരെ നെഗ്ലക്ട് ചെയ്തുകൊണ്ടുള്ള മറുപടി അല്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനെല്ലാം നിങ്ങൾ അവിടെ പിടിച്ച് ഞങ്ങളുടെ വേലക്കാരായി ഞങ്ങൾ ഇരുത്തിയിരിക്കുന്നത്. യു ആർ ദ പബ്ലിക് സർവന്റ്. ആ സെർവ് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ചോദിക്കും, വീണ്ടും ചോദിക്കും. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കമ്മിറ്റിയുടെ ആരാണ് ഇരിക്കുന്നത്? ഇയാളല്ലേ ചെയർ? ഈ ചീഫ് മിനിസ്റ്ററല്ലേ ചെയർ? എന്ത് ആക്ഷനാണ് ഇയാൾ എടുത്തത്? കുറെ പ്രസിഡന്റ് മുമ്പിൽ നിന്ന് പച്ച കള്ളത്തിനെ വിളിച്ച് പറയാണ് ഹെലികോപ്റ്ററുകൾ ഇറക്കി. ഇന്നും ഇന്നലെയും ഓരോ ഹെലികോപ്റ്റർ. മുഖ്യമന്ത്രിയുടെ ആ ഒരു പരാമർശം നിങ്ങളെ ഏറെ വിഷമിപ്പിച്ചു. തീർച്ചയായും വിഷമിപ്പിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം മാപ്പ് പറയണമെന്ന് ഞാൻ പറഞ്ഞത്. ഇന്നും ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. അദ്ദേഹം മാപ്പ് പറഞ്ഞേ പറ്റൂ. ഒരു കമ്മ്യൂണിറ്റിയാണ് അദ്ദേഹം ആക്ഷേപിച്ചത്. മുഖ്യമന്ത്രിക്ക് കോസ്റ്റൽ കമ്മ്യൂണിറ്റീസിന്റെ വോട്ട് വേണം, പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല. അതെങ്ങനെ ശരിയാവും? മുഖ്യമന്ത്രിയെ ഞങ്ങൾ അവിടെ പിടിച്ചിരുത്തിയെങ്കിൽ അവിടെ പിടിച്ചിറക്കാനുള്ള റൈറ്റ്സും ഞങ്ങൾക്കുണ്ടെന്നുള്ളത് മുഖ്യമന്ത്രി മനസ്സിലാക്കണം. ഒരച്ഛൻ നഷ്ടപ്പെടുന്ന വേദന മക്കൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അവർക്ക് അതിന്റെ വികാരം മനസ്സിലാവത്തുള്ളൂ. പക്ഷേ ഈ 2-3 ദിവസമായി ഈ വീഡിയോ നമ്മൾ കാണാൻ തുടങ്ങിയിട്ട്. അച്ഛനെ കടലിൽ പോയിട്ട് കാണാതായി. തെരച്ചിലൊക്കെ നടത്തുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. പക്ഷേ മോളുടെ ഈ പ്രതികരണം കേൾക്കുന്നവർക്ക് ആർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞാനൊരു കാര്യം പറയാം. നമ്മളൊരു അച്ഛൻ നഷ്ടപ്പെട്ടു ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷെങ്കിൽ നമ്മൾ ഗവൺമെന്റിനോട് പറയേണ്ട, അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയോട് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തെ ബഹുമാനിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിലും വി.ഡി. സതീശനാണെങ്കിലും ഏത് മുഖ്യമന്ത്രി ആണെങ്കിലും നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അവരോട് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു മര്യാദയൊക്കെ നമ്മൾ കീപ്പ് ചെയ്യണം. പിന്നെ ഈ ഒരു അവസരത്തിൽ ഒരുപാട് ആളുകൾ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ പറ്റും. ഒന്നിനും നമ്മൾ നിന്ന് കൊടുക്കരുത്. കാരണം നമ്മുടെ അച്ഛനാണ് പോയത്, നമുക്ക് നമ്മുടെ അച്ഛനെ കിട്ടണം. അതിനകത്തിൽ ഒരു രാഷ്ട്രീയമോ ആരുടെ പ്രേരണ ഉണ്ടെങ്കിലോ അത് ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല, അത് നല്ലതിനുമല്ല. പിന്നെ ഒരു കാര്യം കൂടി, മോളുടെ സഹോദരൻ പറയുന്നത് കേട്ടു, ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾക്ക് വേണം, ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ തന്നെയാണ് ഞങ്ങൾ ഇതിന് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. പക്ഷെ മോനെ, ഞാൻ പറയാം, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഇപ്പോഴല്ല ഇറങ്ങേണ്ടത്. ദയവേത് നിങ്ങളത് മനസ്സിലാക്കുക. അവകാശങ്ങൾ നേടിയെടുക്കാൻ പുറത്തു നിന്ന് ഒരാൾ പറഞ്ഞാൽ ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾ നേടിയെടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾക്ക് കിട്ടണം, അത് നിങ്ങൾ മേടിച്ചെടുക്കണം. പക്ഷേ അത് നിങ്ങൾ പറയേണ്ട ഒരു സമയം ഇതല്ല. നിങ്ങളുടെ അച്ഛനെയാണ് കാണാതെ പോയിരിക്കുന്നത്. ആ ഒരു ഓർമ്മ ഞങ്ങൾക്കുള്ളതുപോലെ നിങ്ങൾക്കും വേണം. പിന്നെ ഇനി പറയാനുള്ളത് മുഖ്യമന്ത്രി വി.ഡി. സതീശനോടാണ്. അദ്ദേഹം പറയുന്നത് കേട്ടു, കഴിഞ്ഞ പിണറായി സർക്കാർ ഭരിച്ചപ്പോൾ ഇത്ര ആളുകളെ കാണാതെ പോയി, ഇതുവരെ ഇത്ര ആളുകളെ കിട്ടിയിട്ടില്ല. അതൊന്നും ഒരു ന്യായീകരണമല്ല. താങ്കൾ കയറിയിട്ട് ഒരു അപകടം ഉണ്ടായാൽ താങ്കളുടെ ഉത്തരവാദിത്തമാണ് അവരെ കണ്ടുപിടിച്ച് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് അവരെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഉത്തരവാദിത്തം തന്നെയാണ്. അതിന് അവരെ പഴിചാരിയിട്ട്, അല്ലെങ്കിൽ അവരത് ചെയ്തു ഇവരത് ചെയ്തു, അവരത് ചെയ്തത് കൊണ്ടാണ് നിങ്ങളെ ഇപ്പോൾ ജനങ്ങൾ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ അവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങളുമായിട്ട് യാതൊരു വ്യത്യാസമില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഭരണത്തിലോട്ട് നിങ്ങളെ കൊണ്ടുവന്നത്? അതൊരിക്കലും ശരിയല്ല. അത് പറഞ്ഞതിനോട് ഞാൻ 100% വിയോജിക്കുന്നു. അത് ശരിയായിട്ടുള്ള നടപടിയല്ല. പിന്നെ ഇവരുടെ അച്ഛനെ കണ്ടുപിടിക്കാൻ അവർ 3 പേര് കടലിൽ പോയിട്ടുണ്ട്. അവരെ എത്രയും വേഗം കണ്ടുപിടിക്കാനെ കൊണ്ട് ദ്രുതഗതിയിലുള്ള അന്വേഷണം അത് നടത്തി അവരെ കണ്ടുപിടിച്ച് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന.